ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഇഡ്ലിയുടെയും ദോശയുടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലുണ്ടാക്കാവുന്ന നല്ല മണവും രുചിയൊക്കെ ഉള്ള ഒരു അടിപൊളി ഉള്ളി സാമ്പാറാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഉള്ളി സാമ്പാറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/4 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ചെറിയ ഉള്ളി ആട്ടോ. വലിയ ഉള്ളി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇനി സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് ആദ്യം മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിനി ഇതിന് വേണ്ടിയിട്ട് പരിപ്പ് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് തൂരപ്പരിപ്പാട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയിൽ നിന്ന് ഒരു 6 or 7 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി സാമ്പാറിൽ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ചേർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ സാമ്പാർ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം കായും ചേർത്ത് കൊടുക്കാം. കായ എന്ന് പറയുമ്പോൾ കട്ടിക്കായാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാമ്പാറിൽ എപ്പോഴും കായപ്പൊടി ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ കട്ടിക്കായം ചേർക്കുമ്പോഴാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പും ഉള്ളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുക്കാനായിട്ടാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ആദ്യം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 or 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി അതിൻ്റെ കളറൊക്കെ മാറി ഒരുപാട് അങ്ങോട്ട് മൊരിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. അത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, എരിവുള്ള മുളക് പൊടി. പിന്നെ ഒരു 1.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ഒരുപാട് അങ്ങോട്ട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണില്ല. പരിപ്പ് വേവിക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടല്ലോ, അത് മതി. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി അത് ഒരുപാട് അങ്ങോട്ട് ഉടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴന്ന് വന്നാൽ മതി. ആ രീതിയിൽ വഴറ്റിയെടുക്കുക. ഇത്രയും മതിയാവും. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പരിപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു 2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 കപ്പ് വെള്ളം സാമ്പാറിന് മതിയാവില്ല. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേക്കും ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞതിന് ശേഷം ചേർക്കാം. ഇപ്പോൾ പുളി സാമ്പാറിൽ നമ്മൾ ചേർക്കുമ്പോൾ എപ്പോഴും നോക്കിയിട്ട് വേണം ചേർക്കാൻ. പുളിയുടെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ സാമ്പാറിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. നോക്കിയിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് പരിപ്പ് ചേർക്കുമ്പോൾ നേരത്തെ ചേർത്തിട്ടുള്ള 2 കപ്പ് വെള്ളം കൂടാതെ ഏകദേശം ഒരു 1.5 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാറിന് നമുക്ക് എത്രത്തോളം തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുക. എന്നിട്ട് അത് പുളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര അതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലെല്ലാത്തിൻ്റെയും ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക. പുളി ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കുക. നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായി തിളച്ച് ഏകദേശം ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നിറച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ആ കറിയിൽ നിന്ന് കുറച്ച് വെള്ളം അതുപോലെ എടുത്തിട്ട് ഒന്ന് ആ പൊടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പൊടി നമ്മൾ അങ്ങനെ തന്നെ കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ പൊടിയൊന്നും ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാമ്പാർ പൊടിയുടെ അളവൊക്കെ നമ്മുടെ കയ്യിലുള്ള സാമ്പാർ പൊടിയുടെ ഫ്ലേവർ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ചേർക്കാൻ. ഇവിടെ അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ നിറച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറി ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തിള നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഉലുവയും ഒരു 2 നുള്ള് ജീരകവും ചേർത്ത് കൊടുക്കാം, നല്ല ജീരകം. പിന്നെ ഒരു 2-3 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ചേർക്കാം. ഈ സാമ്പാർ നമ്മളെപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റുക. കുറച്ചും കൂടിയും മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളത് കുറച്ച് സമയം അടച്ചു വെക്കണം. അതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ മാത്രമല്ല, ചോറിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനും അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്